നദികളിൽ സുന്ദരി യമുന ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് മുരളി കുന്നംപുറത്തിന്റെ ആരോപണത്തെ തള്ളി സംവിധായകൻ വിജേഷ് പാണത്തൂർ. റിലീസിന് മുൻപേ മാർക്കറ്റിംഗ് ആയ സിനിമയാണ് നദികളിൽ സുന്ദരി യമുന. തന്റെ സിനിമ കരിയർ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആരോപണമെന്നും വിജേഷ് പറഞ്ഞു. നദികളിൽ സുന്ദരി യമുനയുടെ സംവിധായകൻ വിജേഷ് പാണത്തൂർ തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. ഏതായാലും ന്യൂസ് 8 നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ മുരളി കുന്നംപുറത്തിൽ വലിയ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അതിന് പ്രതികരിക്കുന്നത്? രാവിലെ മൂപ്പരുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിട്ട് ആരോപിച്ചിട്ടുള്ളത് എൻ്റെ അക്കൗണ്ടിലോട്ട് ഒരു 2 ലക്ഷത്തി സംതിങ് എന്തോ രൂപ ഇട്ടിരുന്നു. അതുകൂടാണ്ട് പേഴ്സണലി എന്തോ ഒരു 80,000 രൂപ അടുത്തെന്തോ കഥ പറഞ്ഞു. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള കണക്കെന്ന് വെച്ചെങ്കിൽ ഈ പടത്തിനകത്ത് ഞങ്ങൾ 2 ഡയറക്ടേഴ്സാണ്. ഈ 2 ഡയറക്ടേഴ്സിനും ആ സമയത്ത് ഞങ്ങൾ ആദ്യം 15 ലക്ഷം രൂപ സാലറി, സ്ക്രിപ്റ്റും ഡയറക്ഷനും കൂടി ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ പടത്തിൽ തന്നെ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇടപെടൽ പ്രകാരം ആ പടത്തിന് ഞങ്ങൾ റെമോണ്ടേഷൻ 5 ലക്ഷം കുറയ്ക്കുകയും പകരം 10 ലക്ഷം രൂപ എന്നുള്ള രീതിക്ക് വെക്കുകയും ചെയ്തു. 5 ലക്ഷം എന്നുള്ള രീതിയിൽ. അതിനുശേഷം പടം ഷൂട്ട് തുടങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഇതിന് പ്രീ പ്രൊഡക്ഷനും അതുപോലെ പോസ്റ്റ് പ്രൊഡക്ഷനും പരിപാടിയിലാണ് എൻ്റെ അക്കൗണ്ടിലോട്ട് ഈ പൈസ വന്നിട്ടുള്ളത്. അതായത് ഞങ്ങളുടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് എഡിറ്റിംഗ് തൊട്ട് അതിന് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് എഡിറ്റർ അസോസിയേറ്റ്, ഈ പറഞ്ഞ 2 ഡയറക്ടേഴ്സ്, മറ്റുള്ള ആൾക്കാർക്കുള്ള ഫുഡിൻ്റെ പൈസയാണ് ആ വന്ന പൈസ. അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷൻ സമയത്തിൻ്റെ ലൊക്കേഷൻ നോക്കാൻ പോകുന്നതും മറ്റു ചിലവിനുള്ള പൈസയാണ് ഇപ്പോൾ ഈ പറയുന്ന പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുള്ളത്. എനിക്കൊരു ടൈൽസ് തന്നതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു. കൃത്യമായിട്ട് ആ പടത്തിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണ് എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് മുരളിയേട്ടനോട് പറഞ്ഞാൽ എനിക്കിങ്ങനെ എൻ്റെ സാലറി അവിടെ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ഒരു പൈസ വേണം, വീട്ടിനെങ്ങനെ എനിക്കൊരു ഗ്രാനൈറ്റ് ഇടണമെന്നുണ്ട്. മൂപ്പര് തന്നെയാണ് എന്നോട് പറയുന്നത് ഗ്രാനൈറ്റ് ഇടണ്ട, ഞാൻ ടൈൽസ് തരാം എന്ന രീതിക്ക്. ടൈൽസ് ഞാൻ തീരെ താല്പര്യമില്ല. അപ്പം എന്നോട് നീ പൈസ തരണ്ട, ടൈൽസിന് നീ പൈസ തരണം, ഞാൻ നിനക്ക് ടൈൽസ് ഫ്രീ ആയിട്ട് തരുന്നത്. എന്നോടും അതോടൊപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റിൻ്റെ മാനേജറോടും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ ടൈൽസ് തരാം, നീ ഉള്ള പോലെ എപ്പെങ്കിലും തന്നു, അല്ലെങ്കിൽ വേണ്ടാന്നുള്ള രീതിക്ക് പുള്ളിക്കും ടൈൽസ് കൊടുക്കുന്നത്, എനിക്കും ടൈൽസ് തരുന്നു, എനിക്ക് ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ടൈൽസ് എനിക്ക് തരുന്നത്. അതിനുശേഷം ടൈൽസ് ഞാൻ വീണ്ടും ടൈൽസ് ഇട്ടപ്പോൾ എന്നോട് ഒരു വീഡിയോ ആക്കിയിട്ട് എനിക്കിത് അയച്ചു തരണം, ഇത് പ്രൊമോഷൻ, ഇത് ഒരു പരസ്യം എന്നുള്ള നിലയിൽ ഒരു വീഡിയോ ആക്കി തരണം. അപ്പം പുള്ളിയുടെ തന്നെ പേജിൽ തന്നെ ഉണ്ട് തോന്നുന്നു ആ ഒരു വീഡിയോ. വാട്ടർമാൻ്റെ അവരുടെ ടൈൽസിൻ്റെ ഒരു ആഡൊക്കെ വെച്ചിട്ട്, പേരൊക്കെ വെച്ചിട്ട് ഈ ടൈൽസ് അത് ഞാൻ ചെയ്തു കൊടുത്തു പുള്ളിക്ക്. ഈ പടം 2023 റിലീസാവുകയും റിലീസിന് മുന്നേ തന്നെ ഈ പടം HROTT എന്ന OTT പ്ലാറ്റ്ഫോമിന് 1,90,00,000 രൂപയ്ക്ക് ഈ പടം ബിസിനസ് ആവുന്നു. 15 ലക്ഷം രൂപയ്ക്ക് മ്യൂസിക് റൈറ്റ്സ് പോകുന്നു. അങ്ങനെ ഈ പടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 2,05,00,000 രൂപയ്ക്ക് ഈ പടം ബിസിനസ് ആകുന്നു. പിന്നെ 35 ദിവസം ഈ പടം തിയേറ്ററിൽ കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ കണക്കുകളൊന്നും പിന്നെ പുറത്തോട്ട് വരുന്നില്ല. എനിക്ക് ഷൂട്ടിംഗ് എക്സ്പെൻസ്, അതായത് ഫസ്റ്റ് കോപ്പി ഞാനിത് 3,70,00,000 രൂപയ്ക്ക് തീർത്ത പടമാണിത് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല അതിപ്പോൾ കൊടുക്കണ്ട, ഇതേ നായകൻ്റെ മറ്റൊരു പടം, വലിയൊരു പടം വരുന്നുണ്ട്, അതിൻ്റെ കൂടെ കൊടുക്കുമ്പോൾ നമ്മൾ ചോദിച്ചതിനെക്കാട്ടിയും പൈസ കിട്ടും, അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞത് മണ്ടത്തരാണ്, ചെയ്യരുത്. ഇത് പഴകം തോറും ഈ പറയുന്ന പോലെ ഇത് വീഞ്ഞല്ല, സിനിമയാണ്, അത് പഴകി പോവും, അതുകൊണ്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിടിച്ചു നിർത്തി, അത് കൊടുത്തില്ല. ആ പൈസക്ക് ഇന്ന് കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊന്ന് ശേഷം 1 CR അടുത്താണ് പറഞ്ഞു പോകുന്നത്. ആ പൈസക്ക് ഇത് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ പടം നഷ്ടമല്ല. തിയേറ്ററിൽ നിന്ന് വന്ന ഈ പറഞ്ഞ കളക്ഷൻ്റെ റിപ്പോർട്ടൊന്നും ഇതുവരെ നമുക്ക് കിട്ടിയതല്ല. ഇന്ന് രാവിലെയാണ് പുള്ളി പറയുന്നത്, ഓഡിറ്റർ അടുത്ത് പോയിട്ട് കണക്ക് നോക്കി അവിടെ ബിൽ ടു ബിൽ ഉണ്ടെന്നത് ഇന്ന് രാവിലത്തെ ഇൻ്റർവ്യൂവിലാണ് പറയുന്നത്. ഇപ്പോൾ ഉന്നയിക്കാനുള്ള കാരണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ അതിനുശേഷം ഇപ്പോൾ ഒരു പടം ചെയ്തു. ആ പടം ചെയ്ത സമയത്ത് ആ പടം വൻ ഹിറ്റായിരുന്നു. കാരണം വെച്ചാൽ 7 കോടി രൂപ മുടക്കിൽ ആ പടം ഏകദേശം ഒരു 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു. പ്രകമ്പനം എന്നാണ് പടത്തിൻ്റെ പേര്. ആ പടം നല്ല രീതിക്ക് ജനങ്ങൾ, പ്രേക്ഷകരെ ഏറ്റെടുത്തു. അപ്പോൾ ആ സമയത്ത് ഈ പുള്ളി ഇതിൻ്റെ ട്രെയിലറും ടീസറൊക്കെ പുള്ളിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജിൽ തന്നെ പുള്ളി തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് വളരെ സൗഹൃദത്തിലാണുള്ളത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു പടം നമുക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം എന്ന രീതിക്കാണ് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് ആദ്യ പടത്തിലുണ്ടായ മോശം അനുഭവം കൊണ്ട് ഞാൻ എന്തായാലും എനിക്ക് എൻ്റെ ഒരു പടം അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ നോക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു വൈരാഗ്യ ബുദ്ധിയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കാനും എന്നെ ഇപ്പം ഞാനിങ്ങനെ ഒരു നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കണം എന്ന രീതിക്കാണ് പുള്ളി എൻ്റെ പേരിലേക്ക് വലിച്ചഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൻ്റെ ഇങ്ങനെ സംഭവം വരുന്നു. ആ വരുന്നതിൽ എനിക്കറിയാം എൻ്റെ കരിയറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് എൻ്റെ കരിവാരി തേക്കാനും എൻ്റെ കരിയർ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത്. ഇദ്ദേഹത്തിന് ഒരുപാട് കടമുണ്ടെന്ന് എനിക്കറിയാം. ആ കടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇപ്പം ഈ പറയുന്ന പോലെ സിനിമാക്കാരെ നെഞ്ചത്തേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് മാറി നിൽക്കുന്നത്. കാരണം വെച്ചാൽ എപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടം ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ, അത് സിനിമാക്കാരുടെ ഇടയിലേക്ക് വിഷയം വരുമ്പോൾ അതാണ് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെടുക. എന്തായാലും സത്യം ഒരു നാൾ എന്തായാലും അത് പുറത്തേക്ക് വരും. എനിക്ക് ഇത്ര ഇതിനകത്ത് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. കാരണം വെച്ചെങ്കിൽ എൻ്റെ കരിയറിനെ ബാധിക്കുന്ന രീതിക്കാണ് എൻ്റെ പേര് ഉപയോഗിച്ചിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഈ കണക്കിൻ്റെ കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കണക്ക് കാണാനും ഇതൊക്കെ നോക്കാനും തയ്യാറാണ്.
അതിന് ഈ പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരും ഈ പറയുന്ന അതിൻ്റെ മറ്റൊരു പ്രൊഡ്യൂസറും, ആ ഒരു പ്രൊഡ്യൂസർ മാത്രം ഇരുന്നാൽ പോരാ, കൃത്യമായിട്ട് അതിൻ്റെ പാർട്ണറായാലും മറ്റൊരാളുണ്ട്, അദ്ദേഹം കൂടി ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കണക്ക് പുറത്തു വരുള്ളൂ. അതറിയണം. ഒറ്റ ചോദ്യം ഇപ്പോഴും പറയാനുള്ളത്, എന്തുകൊണ്ട് ഇതിൻ്റെ സാറ്റലൈറ്റ് ഇന്നും വിൽക്കാണ്ട് പിടിച്ചു നിർത്തിയതിൻ്റെ കാര്യം. ഇത്രയേ എനിക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളൂ. എന്നാലും വിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നു. മാത്രമല്ല നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് വിജേഷ് പാണത്തൂറും വ്യക്തമാക്കുന്നു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.